ചേരുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന്. റഹീസ്, മെഡിക്കൽ കോളേജിൽ ധാരാളം പേർ മരണസംഖ്യ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം അപകടത്തിൽപ്പെട്ട പരിക്കേറ്റവരും ഗുരുതരമായി പരിക്കേറ്റവരും അവിടെയുണ്ട്. മരണം സ്ഥിരീകരിച്ചവരിൽ തന്നെ ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 13 പേരാണ് ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. ഇതിൽ 5 പേരെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 5 പേരുടെ പേര് വിവരങ്ങൾ: വിഷ്ണു, പുന്നക്കുളം സ്വദേശി വിഷ്ണു ആണ് ഒന്ന്. 24 വയസ്സായിരുന്നു വിഷ്ണുവിനുള്ളത്. കീഴില്ലം വൈഷ്ണവം വീട്ടിൽ വിഷ്ണുദത്ത് 18. സാജു, കീഴാറ്റിങ്ങൽ രാജുവിന്റെ മകനാണ് സാജു, 24 വയസ്സ്. 40 വയസ്സുള്ള കൊല്ലം പ്രദീപ്. 50 വയസ്സുള്ള അനിൽ പ്രദീപ് പരവൂർ സ്വദേശിയാണ്. പുന്നക്കുളം വിഷ്ണു എന്ന 24 വയസ്സുള്ള ആള്. ഇങ്ങനെ 5 പേരാണ് മരിച്ചതായി തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ബാക്കി ആളുകളെ തിരിച്ചറിയാനുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് നിരവധി സന്നദ്ധ സംഘടനകൾ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് തേടിയവർക്കും അവരുടെ ബന്ധുക്കൾക്കൊക്കെ സഹായത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി RSS പ്രവർത്തകരും എത്തിയിരുന്നു. പക്ഷെ അവർ റോഡിന്റെ ഇരുവശവും നിന്ന് വാഹനം നിയന്ത്രിക്കുന്നത് പല സമയത്തും ബന്ധുക്കൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് പ്രശ്നത്തിൽ ഇടപെട്ടു. പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ തോതിൽ വാക്കേറ്റമുണ്ടായി. ജില്ലാ കളക്ടർ ബിജു പ്രഭാകർ ഇടപെട്ട് അവരോട് മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചത് ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ജില്ലാ കളക്ടർ RSS നേതാക്കളുമായി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം, ചികിത്സയിൽ കഴിയുന്ന 13 പേരുടെ നില അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് എന്നതാണ്. ഇവർക്കായി മെഡിക്കൽ കോളേജിലെ 9, 22 എന്നീ 2 വാർഡുകൾ ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്നു. രോഗികൾക്ക് രക്തം വേണമെന്ന് സൂപ്രണ്ട് കുറച്ചു മുമ്പ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കുറേയധികം ആളുകൾ രക്തം നൽകാൻ സന്നദ്ധരായി ഇവിടെ എത്തിയിട്ടുണ്ട്. 1500ഓളം ആളുകൾ ഇതിനകം എത്തിയതായാണ് സൂപ്രണ്ട് അറിയിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ താൽക്കാലികമായി ഇനി രക്തം വേണ്ട എന്നൊരു അറിയിപ്പും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. റഹീസ്, ഏതൊരു സാഹചര്യത്തിലാണ് അങ്ങനെ രക്തം വേണ്ട എന്നുള്ളൊരു അറിയിപ്പുണ്ടായത്? കാരണം തൊട്ടു മുമ്പ് വരെ പറഞ്ഞിരുന്നത് കുറേയധികം ആളുകൾക്ക് രക്തം വേണ്ടി വരും, അതുകൊണ്ട് തന്നെ സന്നദ്ധ സംഘടനകൾ രക്തം ദാനം ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം എത്തിച്ചേരണം എന്നുള്ള രീതിയിലായിരുന്നു. ഏതൊരു സാഹചര്യത്തിലാണ് അത് വേണ്ട എന്നുള്ളൊരു അറിയിപ്പ് കിട്ടിയത്? ആവശ്യത്തിന് രക്തം അവിടെ തന്നെ ഉണ്ടായിരുന്നോ? 2 മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിലൊരു അറിയിപ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് പുറപ്പെടുവിച്ചത്. ഇത് വാർത്ത ആയ സാഹചര്യത്തിൽ നിരവധി സന്നദ്ധ പ്രവർത്തകരും കോളേജ് വിദ്യാർത്ഥികളും കൂട്ടമായി തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തി രക്തം നൽകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആവശ്യത്തിലധികം രക്തം ഇതിനകം തന്നെ ആശുപത്രിയിൽ ലഭിച്ചിട്ടുണ്ട്. ബ്ലഡ് ബാങ്കിലും കുറേയധികം രക്തം ഇപ്പോൾ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി കൂടുതൽ ആളുകൾ വരുന്നത് മെഡിക്കൽ കോളേജിന്റെ നിലവിലെ ഒരു തിരക്കിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഇനി താൽക്കാലികമായി രക്തം തരാൻ വരുന്നവർ മെഡിക്കൽ കോളേജിൽ എത്തണ്ട എന്ന് സൂപ്രണ്ട് അറിയിച്ചിരിക്കുന്നത്. ശരി റഹീസ്, ദയവായി തുടരുക. ഇപ്പോൾ കൊല്ലം ജനറൽ ആശുപത്രിയിൽ നിന്ന് ശ്യാം ആർ ബാബു ചേരുന്നുണ്ട്. ശ്യാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മരണസംഖ്യ ഉയരുകയാണ്. സർക്കാർ ആശുപത്രിയാണ്. ആളുകൾക്ക് എത്രമാത്രം ചികിത്സ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്? കൂടുതൽ ചികിത്സ ആവശ്യമുള്ളവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിനപ്പുറമായി മറ്റ് സ്വകാര്യ ആശുപത്രികളുണ്ട് കൊല്ലത്ത് തന്നെ. അവിടെ എത്രമാത്രം പേർ ചികിത്സ തേടുന്നുണ്ട്? അവർക്ക് വേണ്ട കൃത്യമായ ചികിത്സാ സഹായം അവിടെ ലഭിക്കുന്നുണ്ടോ? ഒപ്പം ജില്ലാ ആശുപത്രിയിൽ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ, അധികമായി ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? നിസ, 45 പേരെയാണ് ഈ ജില്ലാ ആശുപത്രിയിൽ ഈ സ്ഫോടന പരമ്പരയുമായി ബന്ധപ്പെട്ട് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 45 പേരെയാണ്. ഇവരുടെ നില ഗുരുതരമല്ല, ഇവർക്ക് പൊള്ളലേറ്റിട്ടുള്ളതാണ്. അതിനുവേണ്ട ചികിത്സ ജില്ലാ ആശുപത്രിയിൽ നിന്നും നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ രാവിലെ പുലർച്ചെ എത്തിച്ച അതീവ ഗുരുതരമായി പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇതിൽ ഇനി മൊത്തത്തിൽ 47 മൃതശരീരങ്ങൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവയുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിൽ പോസ്റ്റ്മോർട്ടം നടപടി പൂർണ്ണമായത് ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നുണ്ട്. ഏതാണ്ട് 12ഓളം പോസ്റ്റ്മോർട്ടം ഇതുവരെ പൂർത്തിയായിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല 22 മൃതശരീരങ്ങൾ ഇനി തിരിച്ചറിയാനുണ്ട്. അവ തിരിച്ചറിയുന്ന മുറയ്ക്ക് മാത്രമേ കൂടുതൽ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. മറ്റൊരു വാർത്തയിലേക്ക്